ദിവസമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ മലയാളികൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു പ്രത്യേക തരം സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹിന്ദിയിൽ നമുക്ക് ശരിക്കും അത് എഴുതാൻ പറ്റില്ല, നമ്മുടെ സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ചെറിയ ഡെമോ അങ്ങ് കാണിച്ചു തരാം, നോക്കിക്കേ. ഇപ്പൊ ഒരാൾ നമ്മളോട് വന്ന് പേര് ചോദിക്കുവാണെന്ന് വിചാരിക്കും. അപ്പം ആപ്കാ നാം ക്യാ ഹെ എന്ന് വന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ മലയാളികൾ സ്വതവേ ചെയ്യുന്ന ഒരു കാര്യമാണ് മേ സാംബോയ് ഹും ഹേ ഹോ ഹമ്മ 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 എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കും. ഹൂ ഇടണോ, ഹേ ഇടണോ, ഇനി ഹൈ ഇടണോ, എന്താ ഇടണ്ടേന്നുള്ളത് കറക്റ്റ് ഇപ്പോഴും മലയാളികൾക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്. അതിനൊരു തീരുമാനം നമുക്കിത് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കണം. അപ്പൊ എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ത്, ഈ ഹേയും ഹോയും ഹുമ്മും പിന്നെ ഹേ കുത്തും ഈ വക സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അല്ലെ. നമ്മൾ സാധാരണ നമുക്ക് ആകെ ഒറ്റ ഒരാളെ അറിയുള്ളൂ, ഏതാണ് ഈ ഹേ ഇടണം എന്നുള്ള ആ ഒറ്റൊരു കാര്യം അറിയുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ എവിടെ ഉപയോഗിക്കുന്നത്, എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ. ഓക്കെ യെസ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു കളയാം. നോക്കാം, നമ്മൾ ഈ ഹും എന്ന് പറയുന്ന ആളെ നമ്മൾ മേന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഈ മേന്റെ അർത്ഥം എന്താണ്, ഞാൻ എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, മേ സ്നേഹാഹും, മേ എന്താണ്, മേ ആഷിഖ് ഹും എന്നൊക്കെ പറയാണ് നമ്മള്, മേ കുട്ടൂസൻ ഹും എന്നൊക്കെ പറയുവാണ്. അപ്പൊ ഒരാള് ഞാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതായത് മേയിലാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ സെന്റൻസ് അവസാനിക്കുന്നത് ഹുമ്മിലായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ മിസ്സേ, ഈ ഹുമ്മ് ഹേദിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ളതാണ്. ഞാൻ സ്നേഹയാണ്, ഞാൻ അവിടെ നിന്നുമാണ് വരുന്നത് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ് നമ്മൾ എന്താണ് ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ വർത്തമാന കാലത്തിലാണ് ഇത് പറയാന്നുള്ള കാര്യം ആലോചിക്കുക. പണ്ട് നടന്ന സംഭവങ്ങളൊന്നും ഈ ഒരു സംഭവത്തിൽ പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്നേഹിയാണ്, എന്റെ വീട് ഇവിടെയാണ് എന്നൊക്കെ ഞാൻ പറയുവാണ്. അങ്ങനെ ആ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ ഹേയും ഹോയും ഹുമ്മൊക്കെയാണ് ഇട്ട് കൊടുക്കുക. അത് മാത്രം എന്റെ മക്കൾ ആലോചിക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ആലോചിക്കുക. മേ എന്ന് പറയുന്ന സെന്റൻസിലാണ് ഞാൻ എന്ന് പറയുന്നത്. നീ നിന്നെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുവാണ് ഹിന്ദിയിലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഹുമ്മിൽ മാത്രമേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ, വേറെ എന്തെങ്കിലും പോയി അവസാനിപ്പിക്കാൻ പാടില്ല. മേ സ്നേഹ ഹും, മേ കുട്ടൂസൻ ഹും, മേ ഗോവിന്ദപുർ സെ ആ രഹി ഹും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹും ഇട്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഈ സംഭവം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ യെസ്, അപ്പൊ ഇത് മേല് മാത്രമേ ഉപയോഗിക്കുള്ളൂ. മേ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ആ ഒരു വാക്യത്തിൽ ആ സർവനാമിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സർവനാമം എന്താന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഇത്ര മാത്രം ആലോചിക്കാം, മേ ഹും, മേ എന്ന ഹുമ്മിലേ അവസാനിക്കുള്ളൂ. ഓക്കെ യെസ്, അത് സെറ്റായേ. ഇനി നോക്കുക, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണ്, തും ബഹുത് ബുദ്ധിമാൻ ഹേ എന്നാണ് നമ്മൾ എപ്പോഴും പറയാ. നിങ്ങൾ വളരെ ബുദ്ധിമാനാണല്ലോ എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ഇട്ട് കൊടുക്കാറ്, സാധാരണ ഹേ ആണ് ഇട്ട് കൊടുക്കാറ്. സോ അത് നമ്മുടെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. എൻ്റെ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, തും എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ തും എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നിങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പഠിച്ചതാണ്. തും എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, തും ബഹുത് ബുദ്ധിമാൻ ഹോ. അവിടെ ഹേ ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ, ഇല്ല. അവിടെ ഹും ഇട്ട് കൊടുക്കോ, ഇല്ല. ഹും നമ്മൾ മേന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി ഹേ കുത്ത് ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ, ഇല്ല. അങ്ങനത്തെ ഒരു കാര്യം ഇട്ട് കൊടുക്കരുത്. തുമ്മിന്റെ കൂടെ എപ്പോഴും ഹോ ആണ് വരിക. ഒരു കാരണവശാലും വേറൊരാൾക്കാർ ഇട്ട് കൊടുക്കരുത്. നോക്കുക, തും ബഹുത് സുന്ദർ ലഗ് രഹി ഹോ, തും ബഹുത് സുന്ദർ ഹേ എന്നാണ് നമ്മൾ പറയാറ്. തെറ്റാണ്, ഹോ ആണ് ചേർക്കേണ്ടത്. നോക്കുക, തും ബഹുത് സുന്ദർ ലഗ് രഹി ഹോ, നീ വളരെ സുന്ദരനായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം അല്ലെ. നോക്കുക, തും ക്യാ കർ രഹേ ഹോ, നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവം, നീ എന്തെടുക്കുക അവിടെ. നമ്മൾ സാധാരണ ഹിന്ദിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ തും ക്യാ കർ രഹേ ഹേ എന്നാണ് നമ്മൾ ചോദിക്കല്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. തും ക്യാ കർ രഹേ ഹോ, ഹോ എന്താണ്, തുമ്മ അവിടെ ചേർന്നുകൊണ്ടാണ് അല്ലെ. അപ്പൊ തുമ്മിലാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ മക്കളെ ആലോചിച്ചോളാം, ഹോല് മാത്രമേ അവസാനിക്കുള്ളൂ. അല്ലാതെ ഈ ഹൈ ഹോ ഹും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പൊ മേന്റെ കൂടെ ആരാണ്, നമ്മള് ഹുമ്മിനെ ചേർത്ത് കൊടുക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. തുമ്മിന്റെ കൂടെ ആരെ ചേർത്ത് കൊടുക്കും, ഹോനെ ചേർത്ത് കൊടുക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അതിനുള്ള എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ രണ്ടാൾക്കാരും കൂടി ബാക്കിയുണ്ടല്ലോ, ഹേയും ഹൈയും, അങ്ങനത്തെ കുറെ ആൾക്കാർ അല്ലെ. ഹൈ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല കേട്ടോ, ഹേ കുത്താണ് കേട്ടോ. നമ്മൾ ഹേ എന്ന് തന്നെയാണ് അതും പറയാറ് കേട്ടോ. നോക്ക, ആ അടുത്ത ഹേ കുത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇയാള് കുറച്ച് ബിൽഡപ്പ് കൂടുതലുള്ള ആളാന്നുള്ള കാര്യം ആലോചിക്കാം. ഈ ഹേ കുത്ത് നമ്മൾ അവിടെ ഇവിടെയും വെറുതെ വലിച്ചു കാര്യം ഇട്ട് കൊടുക്കാൻ പാടില്ല. നോക്ക, റെസ്പെക്ട് കൊടുക്കേണ്ട സമയത്തും അതേപോലെ തന്നെ ബഹുവചൻ വരുന്ന സമയത്ത്, ബഹുവചൻ എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവുക, അല്ലെങ്കിൽ കുറെ സാധനങ്ങളെ കുറിച്ച്, ഒറ്റൊരു സാധനമല്ല കുറെ ആൾക്കാരെ കുറിച്ച്, കുറെ സാധനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ,
ബഹുവചനം എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ആ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്തിനെയോ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ഹേ കുത്തിട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എന്റെ മക്കൾ നോക്കണേ, വേ എന്ന് വെച്ചെന്താണ് അവരെന്നുള്ള അർത്ഥമാണ് നമ്മൾ വരുന്നത് അല്ലെ. വേ ഖേൽ രഹേ ഹേ എന്നാണ് പറഞ്ഞത്, അവർ കളിക്കുകയാണ്, ഒരുപാട് ആളുകൾ അവിടെ കളിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് എന്നുള്ള വാക്ക് പറയണമെങ്കിൽ നിങ്ങൾ വെറും ഹേ ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഹും ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഹോ ഇടാൻ പാടുണ്ടോ? ഇല്ല. ഹോ തുമ്മിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഹേ കുത്താണ് ഉപയോഗിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മൾ ഒരിക്കലും ഈ ഹേ കുത്തിടയില്ല. കുത്തു പോയിട്ട് ഹേ തന്നെ ശരിക്കും ഇടാത്ത ആൾക്കാരാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം എന്റെ മക്കളെ, ഇത് കറക്റ്റ് ഇനി അങ്ങോട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, ഹം എന്ന് വെച്ചാൽ നമ്മളാണ്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, നമ്മൾ ഞങ്ങൾ എന്ന് പറയാം അല്ലേ. നോക്കാം, ഹം ഗർ ജാ റഹേ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വീട്ടിൽ പോകുകയാണ്. ഓക്കെ, അവിടെ ആണ് വന്നേ, ആണിന് നമ്മൾ എന്ത് ചേർത്തു? ഹേ ആണ് ചേർത്ത് കൊടുത്തത്, ഹേ കുത്താണ് ചേർത്ത് കൊടുത്തത് അല്ലെ. ഓക്കെ, നോക്കാം. അപ്പൊ ഹം എന്ന് ഒരുപാട് ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുത്തത്? ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്? ഹേ കുത്തിട്ട് കൊടുത്തത്. ഇനി നോക്കണേ, ആപ്പ് എന്ന് പറയുന്നത് ഒറ്റ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് റെസ്പെക്റ്റഡ് പേഴ്സൺസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് റെസ്പെക്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ആപ്പ് എന്നാണ് ഉപയോഗിക്കുക. വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക, ആപ്പ് ബഹുത് സുന്ദർ ഹേ, താങ്കൾ വളരെ സുന്ദരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും ഹേ ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഹേ കുത്താണ് ഇട്ട് കൊടുക്കുക. ഞാൻ അത് വെച്ചിട്ട് നമ്മൾ ഈ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് താങ്കൾ വളരെ സുന്ദരനാണെന്ന് പറയുന്ന സമയത്ത് ആപ്പ് ബഹുത് സുന്ദർ ഹൈ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. ഹേ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കുത്ത് എന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പറയുന്ന സമയത്ത് ഹൈ എന്ന് പറയത്തില്ല കേട്ടോ. അപ്പം ഹേ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് കുറച്ച് സൗണ്ട് വരും എന്ന് പറയുള്ളൂ കേട്ടോ. ഇനി നോക്കാം, ശിക്ഷക് ഒരാളേ ഉള്ളൂ. ശിക്ഷക് പക്ഷെ എന്താണ്? റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ട ആളാണ് അല്ലെ. സോ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ശിക്ഷക് കക്ഷാമേ ഹേ. ശിക്ഷക് എവിടെയുള്ളത്? അധ്യാപകൻ എവിടെയുള്ളത്? കക്ഷ നമ്മുടെ ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പൊ ഉള്ളത് അവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹേ കുത്തിട്ട് കൊടുത്തു. അപ്പൊ വെറും ഹേ അവിടെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. റെസ്പെക്ട് കൊടുക്കണം. ഇനിയിപ്പോ വേ അവർ എന്നൊക്കെ പറയുന്ന സമയത്ത് വെറും ഹേ ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ കുത്തിട്ട് കൊടുക്കണം. ഹേ കുത്ത് എന്ന് പറയുന്നത് റെസ്പെക്റ്റഡ് പേഴ്സൺസിന് റെസ്പെക്ട് കൊടുക്കുവാനും ബഹുവചനം ഉള്ള സമയത്തും ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാന്റെ കൂടെ ഹും വരും, തുമ്മിന്റെ കൂടെ ഹോ വരും, പിന്നെ ബഹുവചനമുള്ള സമയത്തും റെസ്പെക്ട് കൊടുക്കേണ്ട സമയത്തും നമ്മൾ ഹേ കുത്ത് ഉപയോഗിക്കും. ഇനി എല്ലായിടത്തും വലിച്ചു വാരി നമ്മൾ വെറുതെ ഇടുന്ന ഒരാളാണ് ഹേ. നമുക്ക് ആകെ അറിയുന്ന ഒരാൾ ഇതാണ് ഹേ. ഹിന്ദിയിൽ ആകെ ഹേ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. സോ അപ്പൊ ഈ ഹേ നമുക്ക് എവിടൊക്കെ വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പറയുവാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസിനെ കുറിച്ച് പറയുവാണ്, ഒരു സാധനത്തിനെ കുറിച്ച് പറയുവാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹേ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ റെസ്പെക്ട് കൊടുക്കേണ്ട പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഹേ കുത്തിട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇപ്പൊ സ്നേഹയ്ക്ക് പകലിലടിക്കുക, സ്നേഹ ഒരു ഭ്രാന്തി, ഒരു ചെറുതായിട്ട് തലയ്ക്ക് പ്രശ്നമുള്ള ഒരു ലടിക്ക് ഹേ, ഒരു പെൺകുട്ടിയാണ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വെറും ഹേ ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താണ്? സ്നേഹം എന്താണ്? സാധാരണ നമ്മൾ രീതിയിൽ പറയുന്ന ഒരു പേരാണ്. അതേപോലെ തന്നെ വഹ് അവൻ അവൾ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? വെറും ഹേ ഇട്ട് കൊടുത്താൽ മതി. ഹേ കുത്തിടണോ? അവിടെ റെസ്പെക്ട് കൊടുക്കണോ? വേണ്ട. ഉമ്മ വരോ? ഇല്ല. അവിടെ മേന്റെ കൂടെ ഉമ്മ വരുള്ളൂ. ഇനി ഹോ വരോ? ഇല്ല. തുമ്മിന്റെ കൂടെ മാത്രമേ ഹോ വരുള്ളൂ. അതേപോലെ തന്നെ തുമ്മിന് നമ്മൾ ഹോ കൊടുത്തപ്പോ എന്റെ മക്കൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ മിസ്സേ തൂന്ന് വെച്ചാൽ നീ എന്നല്ല അർത്ഥം, അതിനും ഹോയാണോ കൊടുക്കണ്ടേ? അല്ല, അതിന് നമ്മൾ ഹേയാ കൊടുക്കുക. ഇതാണ് ഹിന്ദി. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെ കുറേ നിയമങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചില്ലെങ്കിൽ എന്തായി പോവും? ആ ചെറുതായിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എഴുതുന്ന സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. ഹുമ്മിന് പകരം ഹേ ഇട്ട് കൊടുക്കും, ഹേക്ക് പകരം ഹോ ഇട്ട് കൊടുക്കും, എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ മക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഈ ഹുമ്മും ഹേയും ഹോയും ഹേ കുത്തും എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് എന്ത് വേണം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെയും പറയുന്നുണ്ട്, നമ്മുടെ ആപ്പിലും പറയുന്നുണ്ട്. ആപ്പിൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയതേ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇതാ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ മെയില്. അപ്പൊ എന്താണ്, നമ്മൾ ഓൾമോസ്റ്റ് ഓരോ ചാപ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പ്രോപ്പർ നോട്ട് കൊടുക്കുന്നുണ്ട്. നോട്ടാണേ ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് നോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മക്കള് എന്താണ്
ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല, കുറച്ചുകൂടി എന്താണ് നമുക്ക് വലിയ വലിയ നോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ പ്രോപ്പർ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹിന്ദിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്. ഹിന്ദി സബ്ജക്റ്റ് നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാൻ കാരണം അത് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആപ്പിൽ വളരെ സൂപ്പർ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ പാഠം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മക്കളെ, എന്തായാലും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക, നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്ക് ആപ്പിൽ വെച്ച് കാണാം എന്ന് വിചാരിക്കുവാണ്. താഴെ നമ്മൾ ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ എന്താണ് പോകുന്നുണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം ഒട്ടും വൈകിക്കണ്ട, നമ്മളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദിയുടെ സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും സൂപ്പർ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബസ് ഇനിയും വരുന്നതായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോളാം, നമുക്ക് എന്നേക്കുമായിട്ട് ഉപകാരമുള്ള ഒരു സാധനമാണ്. ഓക്കെ, ബൈ.